السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى الفائزين برضا الله أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ പറ്റി അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം സുബ്ഹിയോടടുത്ത സമയത്ത് മക്കയിൽ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ വീട്ടിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. യമൻ രാജാവായിരുന്ന അബ്രഹത്ത് അവരുടെ ആളുകളുമായി കഅബ പൊളിക്കാൻ വരികയും അള്ളാഹുവിന്റെ പക്ഷികളാകുന്ന അബാബിൽ പക്ഷികളെ കൊണ്ട് അവരെ നശിപ്പിക്കുകയും ചെയ്തിട്ട് അന്നേക്ക് 9 ദിവസമായിരുന്നു. പിതാവ് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും മാതാവ് ആമിന ബിൻത്ത് വഹബ് ബിൻ അബ്ദു മനാഫ് റളിയല്ലാഹു അൻഹയുടെയും മകനായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗർഭകാലത്ത് സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രയാസമോ അസ്വസ്ഥതയോ ഒന്നും തന്നെ അനുഭവപ്പെട്ടിട്ടില്ല. കൂടാതെ പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടുകൊണ്ടും ചേലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ടും സുറുമയിട്ട കണ്ണുകളോടും കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. ജനിച്ച ഉടൻ തന്നെ നാഥന് സുജൂദ് ചെയ്തും ഇരു കൈകളും മേൽപോട്ട് ഉയർത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു. കൂടാതെ പ്രഗത്ഭ പണ്ഡിതനും അറബികളെ വെല്ലുന്ന കവിയുമായ ഉമർ ഖാദി തന്റെ നഫായിസുദ്ദുറർ എന്ന കിതാബിൽ പറയുന്നത് പോലെ ബിംബങ്ങൾ തലകുത്തി വീണു, കിസ്റയുടെ കൊട്ടാരം തകർന്നു വീണു, 1000 വർഷം അണയാതെ സൂക്ഷിച്ചു പോന്ന പേർഷ്യക്കാരുടെ അഗ്നികുണ്ടാരം അണഞ്ഞു, സമാവത്തെന്ന സ്ഥലത്തെ സാവാ തടാകം വറ്റി വരണ്ടുണങ്ങി. ഇങ്ങനെ തുടങ്ങി ധാരാളം അത്ഭുതങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിനോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച സമയത്ത് അവരിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെടുകയും അത് കാരണത്താൽ 1272 കിലോമീറ്റർ അകലെയുള്ള സിറിയൻ പട്ടണമായ ബസറയിലെ കൊട്ടാരങ്ങളെ മഹദി അവർകൾ കാണുകയും ചെയ്തിരുന്നു. ഇങ്ങനെ തുടങ്ങി ധാരാളം അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.